എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഇവിടെ ചൊല്ലിപ്പഠിക്കാൻ പോകുന്നത് ശ്രീമദ് നാരായണീയത്തിലെ ദശകം 40 പൂതനാമോക്ഷമാണ്. ദശകത്തിൻ്റെ പേര് പോലെ തന്നെ ഇതിൽ പൂതനയുടെ മോക്ഷത്തെക്കുറിച്ച്, അതായത് പൂതനയുടെ മുക്തിയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. കംസന്റെ നിർദ്ദേശപ്രകാരം കുട്ടികളെ കൊല്ലാനായി അതിസുന്ദരിയുടെ വേഷത്തിൽ പൂതന ഗോകുലത്തിലെത്തുന്നതും വിഷം പുരട്ടിയ മുലപ്പാൽ കണ്ണൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നതും, എന്നാൽ സർവേശ്വരനായ ഉണ്ണിക്കണ്ണൻ അവൾ കൊടുത്ത വിഷം മുഴുവൻ കുടിച്ചതിനോടൊപ്പം അവളുടെ ജീവനും ഊറ്റിയെടുത്തു. ഭയന്നു വിറച്ച പൂതന തൻ്റെ ഭീകരമായ രാക്ഷസീ രൂപം പുറത്തു കാട്ടി നിലംപതിച്ചു. അങ്ങനെ ഭഗവാനെ അറിഞ്ഞോ അറിയാതെയോ സ്മരിച്ചവർക്ക് ലഭിക്കുന്ന മോക്ഷം അവൾക്കും ലഭിച്ചു. ഇതാണ് ഈ ദശകത്തിൻ്റെ പ്രതിപാദ്യം. ആദ്യം നമുക്ക് ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാം. അതിൽ പിന്നെ അനൽപമായ ഭാഗ്യത്തിന് ഇരിപ്പിടമായ മധുരാപുരിയിലേക്ക് കപ്പം കൊടുക്കാൻ വേണ്ടി നന്ദഗോപർ എത്തുന്നു. സൽഗുണസമ്പന്നനായ ഭഗവാന്റെ പിതാവ് നന്ദഗോപനെ ചെന്ന് കാണുകയും കംസന്റെ അനുയായികളുടെ ഉദ്യമത്തെ മനസ്സിലാക്കി നന്ദഗോപരെ ഇപ്രകാരം അറിയിക്കുന്നു. ഇതാണ് ശ്ലോകം 1-ന്റെ അർത്ഥം. ഇവിടെ അനൽപമായ ഭാഗ്യത്തിനിരിപ്പിടമെന്ന് മധുരാപുരിയെ വിശേഷിപ്പിക്കാൻ കാരണം ഭഗവാൻ ജനിച്ചത് മധുരയിലാണെങ്കിലും വളരെ കുറച്ച് സമയം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ ഗോകുലത്തിലേക്ക് മാറ്റുകയാണുണ്ടായത്. അല്ലയോ സ്നേഹിത, അങ്ങയ്ക്ക് ആൺകുഞ്ഞുണ്ടായത് എനിക്ക് തന്നെ ഒരു പുത്രൻ ഉണ്ടായതുപോലെ ഇപ്പോൾ എന്നെ ആനന്ദിപ്പിക്കുന്നു എന്നിപ്രകാരം അങ്ങയുടെ പിതൃസ്ഥാനത്തെ ആ നന്ദഗോപനിൽ ആരോപിച്ചിട്ട് അദ്ദേഹത്തോട് ആദരവോടെ ഇപ്രകാരം പറഞ്ഞു. ഇതാണ് 2-ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇവിടെ വസുദേവന് വളരെ നന്നായി അറിയാം തൻ്റെ പുത്രൻ തന്നെയാണ് നന്ദഗോപരുടെയും പുത്രനെന്ന്. പക്ഷേ എന്നാലും വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹം തൻ്റെ പിതൃസ്ഥാനം നന്ദഗോപന് നൽകുന്നു. അതാണിവിടെ കണ്ടത്. ഇവിടെയും ഗോപവാടത്തിലും അനേക ദുർനിമിത്തങ്ങൾ കാണുന്നുണ്ട്. അതിനാൽ വേഗത്തിൽ പോയാലും എന്നിങ്ങനെ നന്ദഗോപരെ വസുദേവൻ അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്യം കേട്ട ഗോകുലനായകൻ ഭഗവാന് വിപത്തുണ്ടായേക്കുമോ എന്ന ഭയത്താൽ തൽക്ഷണം തന്നെ മടങ്ങിപ്പോകുന്നു. ഇതാണ് 3-ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇവിടെ കംസന്റെ അനുയായികളെ വിട്ട് കുഞ്ഞുങ്ങളെ കൊന്നെടുക്കുന്ന വിവരം വസുദേവൻ അറിഞ്ഞിരുന്നു. അതാണ് നന്ദഗോപരോട് ഇപ്രകാരം അറിയിക്കുന്നത്. ആ അവസരത്തിൽ ഗോകുലത്തിൽ സൗന്ദര്യവതിയായ ഏതോ ഒരു സ്ത്രീ ഇളകിക്കൊണ്ടിരിക്കുന്ന വണ്ടുകളാൽ ലാളിക്കപ്പെട്ട കേശഭാരത്തോടു കൂടിയവളായി അല്ലയോ കപട ശിശു അങ്ങയുടെ അരികത്ത് വന്നു ചേർന്നു. ഇതാണ് 4-ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇവിടെ കപട ശിശു എന്ന് പറഞ്ഞിരിക്കുന്നത് ഭഗവാനെക്കുറിച്ച് തന്നെയാണ്. കാരണം ഭഗവാൻ കുഞ്ഞിൻ്റെ രൂപമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതുപോലെ തന്നെ പൂതനയാകട്ടെ ഒരു അതിസുന്ദരിയായ ആഡംബര യുവതിയുടെ രൂപം ധരിച്ചാണ് പൂതന എത്തിയത്. ബാലകന്മാരുടെ ജീവനെ അപഹരിക്കുന്ന രാക്ഷസ വംശത്തിൽ ജനിച്ചവളായ ആ പൂതനയാവട്ടെ ഗോപസ്ത്രീകൾ ഇവൾ ആരാണ് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കെ തന്നെ അങ്ങയെ കടന്നെടുത്തു. ഇതാണ് ശ്ലോകം 5-ന്റെ അർത്ഥം. ഇവിടെ കാഴ്ചയിൽ രാക്ഷസി എന്നൊരിക്കലും തോന്നില്ല. സുന്ദരിയായ ഒരു യുവതി. അവൾ കണ്ണനെ വന്ന് എടുക്കാൻ പോകുമ്പോൾ ഗോപസ്ത്രീകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇതാരാണെന്ന് ചോദിക്കുന്നു. അതാണ് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ പറയുന്നത്. മനോഹരങ്ങളായ ഭാവവിലാസങ്ങളാൽ എല്ലാവരുടെയും മനസ്സ് അപഹരിച്ചിട്ട് യുവതികളാൽ തടുക്കപ്പെടുവാൻ അശക്തിയായ ഇവൾ ഗൃഹാന്തർഭാഗത്തിരുന്നു കൊണ്ട് ഭഗവാന് സ്തനം നൽകി. അതായത് പൂതനയുടെ ആകർഷകമായ രൂപഭാവത്തിലും ആ മാസ്മരികതയിലും മയങ്ങിയ ഗോപസ്ത്രീകൾക്ക് അവളെ തടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പൂതന കുഞ്ഞിന് മുലയൂട്ടാൻ തുടങ്ങി എന്നാണ് ശ്ലോകം 6-ൽ ഭട്ടതിരിപ്പാട് പറയുന്നത്. പിന്നീട് ഭഗവാൻ ഒട്ടും സംശയിക്കാതെ അവളുടെ മടിയിൽ കിടന്ന് ബാലകന്മാരെ കൊന്നതുകൊണ്ടുണ്ടായ കോപത്തോടു കൂടിയവനായി കഠിനമായ വിഷത്താൽ ദൂഷിതമായ കുജകുംഭത്തെ വലിയ മാമ്പഴത്തെ എന്ന പോലെ ചുണ്ടുകൊണ്ട് അമർത്തി വലിച്ചു കുടിച്ചു. ഇതാണ് ശ്ലോകം 7-ന്റെ അർത്ഥം.
ഇവിടെ ഒട്ടും സംശയിക്കാതെ എന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. ഒരു കുട്ടിയും വേറൊരാളുടെയും കയ്യിൽ സ്വസ്ഥമായി ഇരിക്കാറില്ല, കരയും. പക്ഷേ ഇവിടെ ഭഗവാൻ അറിയാം ഇത് പൂതനയാണ്, വിഷം കൊടുത്തു കൊല്ലാൻ വന്നതാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അമ്മയുടെ മടിയിൽ എങ്ങനെയാണോ കുഞ്ഞ് കിടന്ന് പാല് കുടിക്കുന്നത് അതുപോലെ തന്നെ പൂതനയുടെയും പാല് കുടിക്കുന്നു എന്നാണ് ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നത്. ഭഗവാൻ പ്രാണനോടുകൂടി തന്നെ സ്തനത്തെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൾ ഇടിമുഴക്കം പോലെ അലറുന്നവളായി ഭയങ്കരമായ തൻ്റെ സ്വയം രൂപത്തെ പ്രാപിച്ച് 2 കൈകളെയും നെടുനീളെ പരത്തിക്കൊണ്ട് നിലത്തു വീണു. ഇതാണ് ശ്ലോകം 8ൻ്റെ അർത്ഥം. ഇവിടെ കുഞ്ഞ് പാല് കുടിച്ച് അവസാനം പൂതനയുടെ ജീവനും കൂടെ വലിച്ചെടുക്കുന്നു. അപ്പോൾ വേദന കൊണ്ട് അലറി പൂതനയാകട്ടെ തൻ്റെ രാക്ഷസ രൂപം പ്രാപിച്ച്, ഭീകര രൂപം പ്രാപിച്ച് 2 കൈകളും പരത്തിക്കൊണ്ട് നിലത്ത് വീണു എന്നാണ് പറയുന്നത്. ഗോകുലത്തിൽ ഭയങ്കരമായ അലർച്ച കേൾക്കുകയും ഭയാനകമായ ശരീരത്തെ കാണുകയും ചെയ്യുകയാൽ ഗോപന്മാർ അമ്പരന്ന് നിന്ന സമയം ഗോപസ്ത്രീകൾ പൂതനയുടെ മാറിടത്തെ കളിച്ചുകൊണ്ടിരുന്ന ഭഗവാനെ വാരിയെടുത്തു എന്നാണ് 9ാം ശ്ലോകത്തിൽ പറയുന്നത്. അതായത് പൂതനയുടെ വിരൂപമായ ഭീമാകാര രൂപം കണ്ട് ഭയന്ന ഗോപസ്ത്രീകൾ പെട്ടെന്ന് തന്നെ ഭഗവാനെ അവളുടെ മാറത്ത് നിന്ന് എടുത്തുകൊണ്ടുപോയി. ജഗന്മംഗള വിഗ്രഹ ഭഗവാന്റെ തിരുനാമങ്ങളെ കൊണ്ട് തന്നെ ഭഗവാൻ ആ വനിതകളാൽ പല പ്രകാരത്തിലും രക്ഷ ചെയ്യപ്പെട്ടു. അല്ലയോ വാതാലയേശ, എന്നെ രോഗരഹിതനാക്കി അങ്ങയുടെ സേവകനാക്കി തീർക്കണമേ എന്നാണ് 10ാം ശ്ലോകത്തിൽ ശ്രീമൻ നാരായണ ഭട്ടതിരിപ്പാട് ഭഗവാനോട് അപേക്ഷിക്കുന്നത്. അതായത് എല്ലാ ലോകങ്ങൾക്കും നന്മ ചെയ്യുന്ന ഭഗവാനെ ഗുരുവായൂരപ്പ, ഗോപികമാരുടെ രക്ഷ ആഗ്രഹിച്ച അങ്ങ് എന്നെയും രോഗങ്ങളിൽ നിന്ന് രക്ഷിച്ച് അങ്ങയുടെ സേവകയാക്കി തീർക്കണമേ എന്നാണ് അപേക്ഷിക്കുന്നത്. നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് പൂതനാമോക്ഷം എന്നുള്ള ദശകമാണ്. ഈ പൂതന രാക്ഷസിയായ ഒരു ദുഷ്ടയായിരുന്നിട്ടും ഭഗവാനെ കൊല്ലാൻ ശ്രമിച്ചിട്ടും എന്തുകൊണ്ട് ഭഗവാനിൽ നിന്ന് മോക്ഷം കിട്ടി എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടാകാം. അതിന് പിന്നിലൊരു കഥയുണ്ട്. പൂതന എന്ന് പറയുന്നത് മഹാബലി ചക്രവർത്തിയുടെ മകളായ രത്നമാല എന്ന രാജകുമാരിയുടെ പുനർജന്മമാണ്. മഹാബലി ചക്രവർത്തിയുടെ യാഗശാലയിലേക്ക് വിഷ്ണു ഭഗവാൻ വാമനനായി അവതരിച്ച് കടന്നു വരികയും അതീവ സുന്ദരനായ ആ ബ്രഹ്മചാരി ബാലനെ കണ്ടപ്പോൾ മഹാബലിയുടെ മകളായ രത്നമാലയ്ക്ക് അവളിൽ മാതൃവാത്സല്യം ഉണർന്നു. ഇത്രയും മനോഹരനായ ഒരു മകൻ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനെ മുലയൂട്ടി വളർത്തുമായിരുന്നു എന്നവൾ മനസ്സിലാഗ്രഹിച്ചു. സർവ്വവ്യാപിയായ ഭഗവാൻ വാമനൻ അവളുടെ മനസ്സിലെ ഈ ആഗ്രഹം തിരിച്ചറിയുകയും അത് സാധിച്ചു കൊടുക്കാമെന്ന് മനസ്സുകൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് വാമനൻ തൻ്റെ വിശ്വരൂപം കൈക്കൊള്ളുകയും മഹാബലിയുടെ 3 അടി മണ്ണ് അളന്നെടുത്ത് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുകയും ചെയ്തു. തൻ്റെ പിതാവിനെ ചതിച്ച വാമനനോട് രത്നമാലയ്ക്ക് കടുത്ത ദേഷ്യവും പ്രതികാര ബുദ്ധിയും തോന്നി. ഇങ്ങനെ ഒരു മകൻ എനിക്കുണ്ടായാൽ ഞാൻ അവന് വിഷം കൊടുത്തു കൊല്ലുമെന്ന് അവൾ ക്രോധത്തോടെ മനസ്സിൽ വിചാരിച്ചു. രത്നമാല മനസ്സിൽ വിചാരിച്ച 2 ആഗ്രഹങ്ങളും ഭഗവാനെ മുലയൂട്ടണം, വിഷം കൊടുത്തു കൊല്ലണം. ഇത് രണ്ടും സാധിക്കുന്നതിനായി അവൾ ദ്വാപരയുഗത്തിൽ പൂതന എന്ന രാക്ഷസിയായി ജനിച്ചു. ഇതാണ് പൂതനയുടെ പൂർവജന്മകഥ. ഇനി നമുക്ക് ദശകം ചൊല്ലിത്തുടങ്ങാം. ശ്രീമദ് നാരായണീയം ദശകം 40 പൂതനാമോക്ഷം. ഓം നമോ ഭഗവതേ വാസുദേവായ. തദനു നന്ദമമന്ദശുഭാസ്പദം നൃപപുരീം കരദാനകൃതേ ഗദം സമവലോക്യ ജഗാദഭവത്പിതാ വിദിതകംസസഹായ ജനോദ്യമ. അയി സഖേ തവ ബാലകജന്മമാം സുഖയദേദ്യ നിജാത്മജന്മവത് ഇതി ഭവത്പിതൃതാം വ്രജനായകേ സമധിരോപ്യശംസതമാദരാത്. ഇഹ ച സന്ധ്യനിമിത്തശതാനി തേ കടകസീംനി തതോ ലഘുഗമ്യത. ഇതി ച തദ്വചസാ വ്രജനായകോ ഭവതപായഭിയാദൃതമായയൗ. അവസരേ ഖലു തത്ര ജകാജന വ്രജപദേ മധുരാകൃതിരംഗന തരളഷട്പദലാളിതകുന്തള കപടബോധഗതേ നികടം ഗദാ.
സപതി സാഹൃദ ബാലകചേതന നിശിചരാന്വയജാക്കില പൂതന വ്രജവധൂഷിഹ കേയമിതിക്ഷണം വിമൃശതീഷു ഭവന്തമുപാദദേ ലളിതഭാവവിലാസഹൃദാത്മഭിർയുവതിഭിः പ്രതിരോധുമപാരിത സ്തനമസൗ ഭവനാന്തനിഷേധുഷി പ്രദദുഷീ ഭവതേ കപടാത്മനെ സമതിരുഹ്യതദംഗമശങ്കിത ത്വമഥ ബാലകലോപനരോഷിത മഹദിവാമ്രഫലം കുജമണ്ഡലം പ്രതിചൂഷിതദുർവിഷദൂഷിതം അസുഭിരേവ സമം ധയതി ത്വയി സ്തനമസൗ സ്തനിതോപമനിസ്വന നിരപദദ്ഭയദായിനി ജം വപു പ്രതിഗതാ പ്രവിസാര്യ ഭുജൗ ഉഭൗ ഭയദഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണദർശന മോഹിതവല്ലവേ വ്രജപദേ ദദുരസ്ഥലഖേലനം നനുഭവന്തമഗൃഹ്ണത ഗോപിക ഭുവനമംഗളനാമഭിരേവതേ യുവതിഭിർബഹുധാ കൃതരക്ഷണ ത്വമയി വാദനികേതനനാഥ മാം അഗതയൻ കുരു താവക സേവകം. ശ്രീ ഹരിയേ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഇതുവരെ പഠിച്ച ദശകങ്ങൾ എല്ലാവരും ചൊല്ലി പഠിച്ചെന്ന് വിചാരിക്കുന്നു. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. എല്ലാവരും സദയം ക്ഷമിക്കുക, സഹകരിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.